ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ ടെറസ് കിച്ചണിലെ മറ്റൊരു ദിവസം. ഇത് ഡേ ടൈം അല്ല, നൈറ്റ് ടൈമാണ്. എന്തായാലും ഒരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒരു സിമ്പിൾ, നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ, പ്രത്യേകിച്ച് സ്നാക്ക് ഐറ്റംസ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. 4 മണി പലഹാരമായിട്ടും ഒരു സ്റ്റാർട്ടറായിട്ടും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു കോമൺ സാധനമാണ് എല്ലാത്തിനും. ഇപ്പോൾ ബോണ്ടയ്ക്ക് ഉരുളക്കിഴങ്ങാണ്, കട്ട്ലേറ്റിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള പല പല പാറ്റീസ്, പല കാര്യങ്ങൾ നമുക്ക്, പൊട്ടറ്റോ ചോപ്സ്, ഇങ്ങനെ ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റം. അപ്പോൾ ഇതും പൊട്ടറ്റോ വെച്ചിട്ടുള്ള കാര്യമാണ്. പൊട്ടറ്റോ ബോൾസ് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നല്ല അടിപൊളി ആയിട്ടാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു 2, ഓക്കെ. ഞാനിത് പുഴുങ്ങി ഉടച്ച് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. മീഡിയം സൈസ്. ഇത് ചൂടോടുകൂടി തന്നെ ഉടയ്ക്കണം, അതുകൊണ്ടാണ് ഞാനിത് ഉടച്ച് വെച്ചത്. ഇച്ചിരി നേരത്തെയാണ് വേവിച്ചത്, അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഉടച്ച് കട്ടയില്ലാണ്ട് വയ്ക്കണം. അത്യാവശ്യം ഉടച്ച് വെച്ചതാണ്, എങ്കിലും ചെറിയ തരിയൊക്കെ ഉണ്ടാവും. കൊണ്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഉടച്ചാൽ മതി. പൊട്ടറ്റോ മാഷർ എന്ന് പറഞ്ഞിട്ട് ഈ എന്താ പറയുക, നമ്മുടെ തവി പോലെ കിട്ടും, അത് വെച്ച് പ്രസ് ചെയ്താലും മതി. പക്ഷെ എന്താണെങ്കിലും ഹോട്ടായിട്ടിരിക്കുമ്പോൾ ചൂടായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യണം ഉരുളക്കിഴങ്ങ്. ഓക്കെ, ഇതായി. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് വെച്ചു. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ 2-3 ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇനി കുറച്ച് മല്ലിയില വേണം, പിന്നെ കുരുമുളക് പൊടി, എരിവിന് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞ് ചേർത്താലും മതി. പെപ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ പച്ചമുളക്. ഇനി വേറൊരു ഇംപ്രവൈസേഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ വറ്റൽ മുളകിൻ്റെ തരി, അത് ചേർത്താലും മതി. അത് നല്ല ഐഡിയ ആയിരിക്കും. ഇത് ഞാൻ എൻ്റെ പഴയ ബുക്കിലുള്ള, തീരെ പഴയ ബുക്കല്ല, എനിക്ക് തോന്നുന്നു 3rd ബുക്കോ മറ്റാണെന്ന് തോന്നുന്നു, അതിനകത്തുള്ള റെസിപ്പിയാണ്. ആ സമയത്ത് ഞാൻ ഈ ചില്ലി ഫ്ലേക്സിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ആലോചിച്ചില്ല. റെഡ് ചില്ലി ഫ്ലേക്സ് ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, വൈ നോട്ട്. റെഡ് ചില്ലി ഫ്ലേക്സും നല്ലൊരു കോമ്പിനേഷനായിരിക്കും ഇതിന്. അത് വെച്ചിട്ടും ചെയ്യാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂണോളം മല്ലിയില, പിന്നെ ഇഞ്ചി, പച്ചമുളക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സാധാ മസാല പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. ഇതിന് പിന്നെ അതൊന്നും വേണ്ട. ഓക്കെ, ഇതിൽ കുറച്ച് കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതാണ് ഇതിൻ്റെ എരിവ് തരുന്ന കാര്യം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്ര കുറച്ച് ഉരുളക്കിഴങ്ങിൽ ഇത്രയും പെപ്പറോ? ഇതാ, ഇനി ഇതിനകത്തേക്ക് കുറച്ച് റവ, ബോംബെ റവ 1/2 കപ്പ്. ഓക്കെ, ഇനി എന്താണ്, നമ്മുടെ മല്ലിയില. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ് വേണം, ആവശ്യമുള്ള ഉപ്പ്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാം, 1 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമ്മൾ 1 മുട്ട പൊട്ടിച്ചതും കൂടി ഒഴിക്കും. അപ്പോൾ പ്യുവർ വെജിറ്റേറിയൻസ്, മുട്ട കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഭാഗം ഒഴിവാക്കിക്കോളൂ, കുഴപ്പമില്ല. അപ്പം മുട്ടയ്ക്ക് പകരം ഒരു 2-3 ടേബിൾ സ്പൂൺ, അത് ആവശ്യാനുസരണം, തൈര് ചേർത്താലും മതി. അപ്പോൾ മുട്ടയും ചേർത്തല്ലോ. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കായിരിക്കും. കാര്യം റവയൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് നമുക്ക് അല്ലാണ്ട് തന്നെ കിട്ടും. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. വളരെ മിനിമം ഇൻഗ്രീഡിയൻസ്. ഇതിലാണ് ഞാൻ പറഞ്ഞ ചില്ലി ഫ്ലേക്സും കൂടി ആകാം വേണമെങ്കിൽ. കുരുമുളകിൻ്റെ അളവ് കുറച്ചിട്ട്, അല്ലെങ്കിൽ കുരുമുളക് ടോട്ടലി അവോയ്ഡ് ചെയ്തിട്ട് ചില്ലി ഫ്ലേക്സ് ഇടാം. ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. സോ നൈസ് അല്ലേ, വെരി മിനിമം ഇൻഗ്രീഡിയൻസ്. എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കട്ടെ. അതൊരു സൈഡിൽ ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയം കൈ കഴുകിയിട്ട് വരും. എൻ്റെ പുതിയ കളക്ഷനിലെ പ്ലേറ്റ്സ് ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ എടുത്തു തുടങ്ങി. ഇതിരിക്കട്ടെ ഇവിടെ. നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഇതിൽ വയ്ക്കാം. അല്ലാതെ വയ്ക്കാനായിട്ട് വേറൊരു പ്ലേറ്റും കൂടി എടുക്കാം. ഇനി നമ്മൾക്ക് ഉരുട്ടി തുടങ്ങിയാലോ. കൈ ഇച്ചിരി നനച്ചിട്ടാകാം. ആദ്യം ഒരു പ്ലേറ്റിലേക്ക് ചെറിയ ഉരുളകൾ, ചെറിയ നാരങ്ങ വലിപ്പത്തിൽ, ഉരുളയുടെ സൈസല്ല നമുക്ക് തീരുമാനിക്കാമല്ലോ, എങ്കിലും സ്മോൾ ലെമൺ സൈസ്, നല്ല ഷേപ്പുള്ള ഉരുളയായിട്ട് ഉരുട്ടാം. റൗണ്ട് ബോൾസ്
അപ്പോൾ എണ്ണ ചൂടാകുന്ന സമയം ഞാൻ തീ കുറച്ചിട്ടു. ഈ സമയം കൊണ്ട് നമ്മൾക്ക് ഉരുള ഉരുട്ടെ. ഒരുപാടില്ല, നല്ല സ്മൂത്താണ്, കംപ്ലീറ്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. എണ്ണയും ചൂടായി. ഏതാണ്ട് ഒരു 3, 6, 7, 8, 9, 18 പൊട്ടറ്റോ ബോൾസ് ഈ അളവിൽ, ഈ സൈസിൽ. ഇതിനെക്കാട്ടി ഇച്ചിരി ചെറുതാക്കി കഴിഞ്ഞാൽ 20 അതിൽ കൂടുതലോ കിട്ടും. ഓക്കെ, അത് നമ്മളുടെ ഇഷ്ടമല്ല, ഏത് സൈസ് വേണമെന്നുള്ളത് യു ക്യാൻ ഡിസൈഡ്. ഇനി ഒരു കാര്യമില്ല, ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇടുന്നു. മീഡിയം ഫ്ലെയിം, അപ്പോൾ നല്ലോണം ചൂടാക്കുക. നല്ല ചൂടിൽ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക്, ആ ഒരു ചൂട് നല്ല ഒരു എന്താ പറയണ്ടേ, തിളയ്ക്കുന്ന പോലെ ആയി കഴിഞ്ഞിട്ട് പിന്നെ തീ ഒന്ന് കുറച്ചിട്ട് ഒരു മീഡിയമിലാക്കിയിട്ട് നമ്മൾ ഇട്ട് തുടങ്ങണം. ഓക്കെ, ഇത് കുറച്ചുകൂടി വലുതാകും, കാര്യം നമ്മളിതിൽ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്താണ്. ഞാൻ പാത്രം ഒന്ന് ചുറ്റിച്ച് ഇങ്ങനെ ആക്കുകയാണ്. ആഹാ, വലുതാവുന്ന നോക്കിയേ, ബിഗർ സൈസ് ഗെറ്റിംഗ് ബിഗ്. ഇത് നല്ല ഒന്നാം തരം ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ നല്ല സ്വാദ് തരുന്ന ഒരു പൊട്ടറ്റോ ബോൾസ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസും കൂടിയൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം, വേണമെന്നുണ്ടെങ്കിൽ ചീസ്, ഗ്രേറ്റഡ് ചീസ് അങ്ങനെയാകാം. ഞാനൊരു ചെറിയ ഐഡിയ കാണിച്ചു തരാം. ദാറ്റ് ഈസ്, ഇനി ഇരിക്കുന്നതിൽ 1-2 എണ്ണത്തിലേക്ക് നമുക്ക് ചീസ് സ്റ്റഫിങ് കൊടുക്കാം. ഇതൊരു ചീസ് ക്യൂബാണ്, അമുലിൻ്റെ ചീസിൻ്റെ ക്യൂബിനെ 4 ആക്കിയിട്ട് ഇതിപ്പോൾ ഒരെണ്ണം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്നത് എടുക്കാം. അതിനെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇത് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും റോൾ ചെയ്യാം. ഇത് ചീസ് സ്റ്റഫ്ഡ് പൊട്ടറ്റോ ബോൾസ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർത്താലും മതി. ഇതിങ്ങനെ നോക്കിക്കോളൂ, ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 4 ക്യൂബ്സ് ഉണ്ടല്ലോ, അപ്പോൾ 4 എണ്ണത്തിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലും ചെയ്യും. ഇതിപ്പോൾ എല്ലാവരുടെയും ചീസ് ക്യൂബ് ഉണ്ടാവണം എന്നില്ലല്ലോ, ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് കാണിക്കാത്തത്. സാധാരണ ഇതൊരു നോർമൽ പൊട്ടറ്റോ ബോൾസ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. ഇതിപ്പോൾ എൻ്റെ ഒരു പുതിയ ഇംപ്രവൈസേഷൻ. ഓക്കെ, എങ്ങനെയാകാമല്ലോ. സാധാരണ നമ്മളിപ്പോൾ മീറ്റ് ബോൾസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബോൾസ് ഉണ്ടാക്കുമ്പോൾ മുട്ടവട വെള്ളയിൽ മുക്കി പിന്നെ നമ്മൾ റൊട്ടിപ്പൊടിയിലൊക്കെ റോൾ ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. ഇതതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടും. ഇത് നോക്കിയേ, കളർ ചെറുതായി മാറി തുടങ്ങുന്നു, ഗോൾഡനായി വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിം ആണെങ്കിൽ പെട്ടെന്ന് മൂക്കും, ഉള്ളൊന്നും നന്നാവില്ല. ഇതിപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. നന്നായിട്ട് കരികരിപ്പാവുമ്പോൾ എടുത്താൽ മതി. പൊട്ടറ്റോ അഥവാ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന ഒരു ചേരുവ അല്ലെങ്കിൽ ഒരു റൂട്ട് വളരെ വളരെ വേഴ്സറ്റൈലായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഉരുളക്കിഴങ്ങ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേപ്പിൾ ഫുഡാണ്. ഒരു മെയിൻ റഷ്യക്കാർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, പിന്നെ ആഫ്രിക്കൻ കൺട്രീസിൽ പല സ്ഥലങ്ങളിലും ഉരുളക്കിഴങ്ങ് ഒരു മെയിനായിട്ടുള്ളൊരു ഭക്ഷണമാണ്. നമ്മളിപ്പോൾ ചോറൊക്കെ കഴിക്കുന്ന പോലെയാണ്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് അല്ലെങ്കിൽ മാഷ്ഡ് പൊട്ടറ്റോ ഒക്കെ ഒരു പ്രധാന കാര്യമാണ്. ഈവൻ ഇംഗ്ലീഷുകാർക്കും മാഷ്ഡ് പൊട്ടറ്റോ ഒരു നല്ലൊരു സൈഡാണ്. ഇപ്പോൾ മീറ്റ് റോസ്റ്റിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്നതെല്ലാം മാഷ്ഡ് പൊട്ടറ്റോ ആണ്, അതിൽ ബട്ടറൊക്കെ ചേരും. എങ്കിലും പൊട്ടറ്റോ ഒരു വലിയ സമീകൃതമായ ആഹാരമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാൻ സാധിക്കും. ഭയങ്കര സംഭവമാണ്. സ്വീറ്റ് പൊട്ടറ്റോ അതുപോലെയാണ്. അപ്പോൾ ഇതേ കാര്യം നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോയിലും ചെയ്യാം, അത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇന്ന് എൻ്റെ സ്വീറ്റ് പൊട്ടറ്റോ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കാണിക്കാത്തത്. സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. നമ്മൾ ഈ എന്താ പറയുക, ഫ്രഞ്ച് ഫ്രൈസൊക്കെ ചെയ്യില്ലേ, അതിൽ പൊട്ടറ്റോ ഫ്രൈസ് അതുപോലെ കിട്ടും, നല്ല ടേസ്റ്റാണ്. ഇനി ചീസിന് പകരം വേറെ എന്തെങ്കിലും സ്റ്റഫിങ് കൊടുക്കണമെങ്കിൽ അങ്ങനെയാകാം. സോസേജസ് അകത്ത് സ്റ്റഫ് ചെയ്യാം,
കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ റഷ്യൻ സാലഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാലഡ് ഉണ്ടാക്കില്ലേ, അതിനകത്ത് ഉരുളക്കിഴങ്ങ് ഒരു പ്രധാന ചേരുവയാണ്. ഉരുളക്കിഴങ്ങ്, പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിടും. ഭയങ്കര രസമാണ്. ഉരുളക്കിഴങ്ങ് നല്ല കാര്യമാണ്, പക്ഷേ സ്റ്റാർച്ചാണ്, കാർബോ ആണ്, അതൊന്നും നമ്മൾ മറക്കുന്നില്ല. കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ധാരാളമായിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കലോറീസൊക്കെ കയറും. എപ്പോഴും കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് എല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ ചോറ് കഴിക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കഴിച്ചാൽ എന്താണ്, ഡബിൾ കാലറീസ് ആയിരിക്കും. കാര്യം അതും കാർബ് ഇതും കാർബ്. അപ്പോൾ ഒന്നുകിൽ ഉരുളക്കിഴങ്ങ് കഴിക്കുന്ന സമയത്ത് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ചോറങ്ങ് കട്ട് ചെയ്യുക. അപ്പോൾ നല്ല കരുകരിപ്പ് ആകട്ടെ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ മീഡിയം ഫ്ലെയിമിൽ കിടക്കുന്നു. ഓക്കെ, ആഹാ കറക്റ്റ്, ദേ ഗോൾഡൻ ബ്രൗൺ. ഇരുന്നൊരു മൂക്കലുണ്ടെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, ഏത് ഫ്രൈഡ് സാധനമാണെങ്കിലും. ഓക്കെ, തൽക്കാലം ഈ പ്ലേറ്റിലെടുക്കാം. നല്ല കരുകരിപ്പ് കേൾക്കുന്നുണ്ടല്ലോ ശബ്ദം. യെസ്, ആ സ്റ്റഫ്ഡ് ചീസ് സ്റ്റഫ്ഡ് കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ തിരിച്ചറിയും? സെക്കൻഡ് റൗണ്ടും ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. സെക്കൻഡ് ലോട്ട് നല്ല കരുകരിപ്പാകട്ടെ, എന്നിട്ടെടുക്കും. ഇതിലെല്ലാം നമ്മുടെ ചീസ് സ്റ്റഫ് ചെയ്തതാണ്. കുറച്ച് വലിപ്പം കൂടുതലായിട്ട് കാണുന്നില്ലേ? കഴിഞ്ഞു. അങ്ങനെ പൊട്ടറ്റോ ബോൾസ് എല്ലാം വറുത്തെടുത്തു. ഭയങ്കര ചൂടായിരിക്കും. ആദ്യത്തെ ഭാഗം ഉണ്ടാക്കിയത് ആവശ്യത്തിന് അത്യാവശ്യം തണുത്തു, എങ്കിലൊരു ചെറിയ കരുകരുപ്പുണ്ട്. കാണിച്ചു തരാം, നോക്കിക്കോളൂ. അപ്പോൾ സാധാരണ എങ്ങനെയായിരിക്കും വെച്ചാൽ എങ്ങനെയായിരിക്കും, ഉൾഭാഗം അത്യാവശ്യം നല്ല സോഫ്റ്റും പുറമേ നല്ല കരുകരും. ഇതാണ് എൻ്റെ ടെക്സ്ചർ. ഓക്കെ, വെരി വെരി നൈസ്. ചീസ് ഉള്ളതാണേ, ഇതാ 3 എണ്ണം. ഓക്കെ, ഇനി നമ്മളുടെ ചീസ് ഫിൽഡ് പൊട്ടറ്റോ ബോൾസ് നോക്കിയാലോ? നോക്കിക്കോളൂ, അത്യാവശ്യം ചൂടാണ്. ഓ മൈ ഗോഡ്, ഓ ദേ, ഹാ ഹാ ഹാ, ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായിരിക്കുന്നുണ്ടോ? കണ്ടോ, മെൽറ്റഡ് ചീസ്. അയ്യോ രക്ഷയില്ല. ആ ഹാ ഹാ, ഇതെങ്ങനെ ഇരിക്കും കഴിക്കുമ്പോൾ? അയ്യോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ ചീസ് ബേസ്റ്റ് പിസ്സയൊക്കെ കഴിക്കില്ല, അതുപോലെയാണ്. അകത്തുനിന്ന് ഇങ്ങനെ ചീസ് ഇങ്ങനെ ബേസ്റ്റ് ചെയ്ത് വരും. ഓ നൈസ്. അതൊരു എക്സ്ട്രാ ടേസ്റ്റ് ആട്ടോ, ചീസും കൂടി ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഫുൾ ഓഫ് ചീസ്. ആവി അതുപോലെ പറക്കുന്നുണ്ട്, എൻ്റെ വായെല്ലാം പൊള്ളുമല്ലോ. എന്നാലും സ്വാദ് കൊണ്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെറു ചൂടോടുകൂടി കഴിച്ചാൽ മതി, അപ്പോഴും ആ ചീസ് ഇങ്ങനെ മെൽറ്റായിരിക്കും. ഒരുപാട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. ആ യമ്മി, ഒരു രക്ഷയില്ല, എക്സലൻറ്റ്. അപ്പം നിങ്ങൾ എങ്ങനെ ചെയ്യും? ചീസ് സ്റ്റഫ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യത. പക്ഷെ ചീസ് ഇല്ല എന്ന് പറഞ്ഞ് ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ചീസ് ഇല്ലാതെയും ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഒരെണ്ണം മുഴുവൻ ഞാൻ കഴിച്ചു. എനിക്ക് ചീസ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഐ ലൈക്ക് ചീസ്, ഐ ലൈക്ക് ബട്ടർ, ഇതെല്ലാം എൻ്റെ ഫേവറേറ്റാണ്. എനിവേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചുമ്മാ അല്ല ലക്ഷ്മി ഇങ്ങനെ തുടിച്ചിരിക്കുന്നത്? പക്ഷെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ തൽക്കാലമില്ല. നമ്മൾക്ക് അങ്ങനെയുള്ളൊരു രോഗാവസ്ഥയൊക്കെ വരികയാണെങ്കിൽ സൂക്ഷിക്കണം. ഓക്കെ, വരാനുള്ള ചാൻസസ്. പക്ഷെ ഞാനിതൊക്കെ കഴിക്കുമ്പോഴും ബാക്കി ഭക്ഷണമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞാനൊരു ബാലൻസിലാണ് പോകുന്നത്. എല്ലാ ദിവസവും ചീസും ബട്ടറൊന്നും കഴിച്ചുകൊണ്ടല്ല നടക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, എനിക്ക് കറക്റ്റായിട്ടുള്ള കലോറീസ് മാത്രമേ ഞാനൊരു ദിവസം
ഇൻടേക്ക് ചെയ്യുന്നുള്ളൂ. ചില ദിവസങ്ങളിൽ അത്രയും പോലും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. സമയക്കുറവുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ഫുഡ് ഇൻടേക്ക് ചിലപ്പോൾ ആ ദിവസം എനിക്ക് വേണ്ട മിനിമം കലോറീസ് കിട്ടാറില്ല ചില സമയം. അപ്പോൾ അത് ബാലൻസായി പോകുന്നുണ്ട് എങ്ങനെയോ. എന്തായാലും ഇത് ഞാൻ നേരത്തെ പറഞ്ഞു സോസിൻ്റെ കൂടെ കഴിക്കാം. ഇതിപ്പോൾ അതില്ലാണ്ട് കഴിച്ചിട്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത സ്വാദാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പ്രത്യേകം പറയണം, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. എനിക്ക് ഫീഡ്ബാക്സും തരണം. ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു സ്നാക്കായിട്ടാണ്. 4 മണി പലഹാരമാക്കാം, അല്ലാതെ ഒരു സ്റ്റാർട്ടറാക്കാം. സ്റ്റാർട്ടറാക്കാനും നല്ലതാണ്. ഒരു വലിയൊരു ഡിന്നറൊക്കെ നടത്തുമ്പോൾ ഒരു സ്റ്റാർട്ടർ ഐറ്റമായിട്ട് ഒരു പ്രത്യേക സ്വാദാണ്. ആ കുരുമുളകും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഉള്ളൊരു പ്രത്യേക സ്വാദ്. ചീസ് ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും സന്തോഷം. അപ്പോൾ ഫീഡ്ബാക്സ് ലൈക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, പിന്നെ ഒരു നല്ലൊരു കമൻറ്റും തരിക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഈ ഒരു വീഡിയോയുടെ ലിങ്കും ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെന്താണ്, പിന്നെ നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് LN വ്ളോഗ്സ് ഫാമിലി, യൂട്യൂബ് ഫാമിലി. ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്ര നേരം ക്ഷമയോടുകൂടി കണ്ടിരുന്നതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.